ഇതുണ്ട് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കിങ് ഫഹദ് റോഡിലെ മക്ക മദീന ഭാഗത്തേക്കുള്ള ഹൈവേ ഉണ്ട് ഈ കാണുന്നത്. ഇവിടെ നമസ്കാരമുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ജിദ്ദയിലെ അൽ ഫൈസലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഞാൻ താമസിച്ചൊരു ബിൽഡിങ്ങാണിത്. ഈ ഏരിയ മൊത്തം എന്താ പറയുക, കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ ഇടുങ്ങിയൊരു പ്രദേശമാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തും എന്താ പറയുക, ഇൻഡസ്ട്രിയലായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ തിങ്ങി പാർക്കുന്ന വലിയ ടൗണൊന്നുമല്ല. ഞാൻ താമസിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. നമ്മുടെ സൈഡിലൊക്കെ ഉണ്ടോ ഒത്തിരി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ താമസിച്ച റൂം ഞാൻ ചെറുതായിരുന്നു കാണിച്ചു തരാം. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, അവന് ഡ്യൂട്ടിക്ക് പോയതാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, ഈ ഒരു എയർപോർട്ടിലെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി പോകുന്നതൊക്കെ കാണാം. ഇവിടെ 2 ടെർമിനലുണ്ട് കേട്ടോ, പുതിയതുണ്ട് പഴയതുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ജിദ്ദയിൽ തന്നെയാണുള്ളത്. ഈ ഒരു റോഡ് ഉണ്ടാവും, ഹൈവേ. ഇതിവിടുത്തെ മെയിൻ ഒരു ഹൈവേ ആണ്. നമ്മുടെ മക്ക മദീന ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു മെയിൻ ഹൈവേ ആണെന്ന് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് ഫ്രണ്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ജിദ്ദ. ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ നടന്നു വരുന്ന സമയത്ത് വലിയൊരു ബിൽഡിങ് കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ജിദ്ദ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഗേറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇതന്നെ. ഇങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ട ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ അത്. ഇവിടെ ഒരു ഡിജിറ്റൽ ബോർഡ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം, ഈ ഒരു ബസ്സിൻ്റെ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന റൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരി സ്ഥലങ്ങൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഹൈവേ കണ്ടോ, പുതുതായിട്ട് പണിത ഹൈവേ എന്ന് തോന്നുന്നുണ്ട്. ഈ ട്രാക്കുകളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, ഏറ്റവും പുതുതായിട്ട് പണിതാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് കേട്ടോ. നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഫൈസലിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്. കിങ് ഫഹദ് റോഡ് നോർത്ത്. കിങ് ഫഹദ് റോഡ് നമ്മൾ ഇതിൻ്റെ മുമ്പേ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട യൂണിവേഴ്സിറ്റി ഓഫ് ജിദ്ദ അല്ലേ, അതിൻ്റെ മെയിൻ കവാടം ഇതാണ് കേട്ടോ. നേരത്തെ കണ്ട അതല്ല. നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമ്പസിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഏകദേശം 1 കിലോമീറ്ററോളായി നടന്നു വരുന്നു. ഇതൊക്കെല്ലാം ഈ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട്, വലിയ യൂണിവേഴ്സിറ്റിയാണെന്ന് തോന്നുന്നു. നടന്ന് അവസാനം ഏതോ ഒരു ഗല്ലിയിലെത്തിയിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ നടന്നു പോവാണ്, പ്രത്യേകിച്ചൊരു കാഴ്ചകളൊന്നുമില്ല. ഒന്നാമത് ഇവിടെ കുവൈറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സൗദി എല്ലാത്തിനും കുറച്ച് സ്ലോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ഇത്രയും വലിയൊരു രാജ്യമായതുകൊണ്ടായിരിക്കും. പിന്നെ രാവിലെ ഒന്നും ഒരു കടകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്റ്റീവല്ല, വളരെ സ്ലോ ആയിട്ട്. ഇന്നലെ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഓക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്തൊക്കെ റോഡും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ബീച്ച് സൈഡ്, അതുപോലെ കോർണിഷ് ഉണ്ട് ഇവിടെ. കോർണിഷ് ബീച്ചിൻ്റെ ഏരിയയിൽ കോർണിഷ് നല്ല ഏരിയ ഉണ്ട്, അത് അടിപൊളിയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും തിരഞ്ഞിങ്ങനെ നടക്കുവാണ്. ഇതിലൂടെയൊക്കെ നടന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കേട്ടോ. فكر انك انت تبغى جوال تشتري جوال ايه ايش هذا كاميرا നേരത്തെ നമ്മൾ കണ്ട ഒരു ബ്രിഡ്ജില്ലേ, അതിലേക്ക് കയറിയിട്ടുണ്ട്.
ഞാൻ അവിടെ ആ ഒരു ഐക്കോണിക് ഒരു ടവർ ഉണ്ടല്ലേ, അത് അതിൻ്റെ അടുത്തുനിന്നൊരു ഒരു ഈജിപ്ഷ്യൻ നാഷണാലിറ്റി ഉള്ള ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു. അത് ممكن تسوي صورة هنا؟ ഏയ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൽ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മൊബൈൽ സിം കാർഡ് കിട്ടുന്ന ഇഷ്ടംപോലെ കടകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തേ നേരത്തെ കണ്ട ആ ഒരു ഐക്കോണിക് ടവറില്ലേ, അത് ഇവിടെ അടുത്ത് നിർമ്മിച്ചാന്ന് പറഞ്ഞത്. എനിക്ക് കണ്ടത് തോന്നുന്നത് നമ്മുടെ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട വേൾഡ് കപ്പ് ഫുട്ബോൾ വരുന്നുണ്ടല്ലോ 2032 തോന്നുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലാൻഡ് മാർക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറം സൈഡിലേക്ക് പോയി നോക്കാം. ഇതുണ്ടോ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കിങ് ഫഹദ് റോഡിലെ മക്ക മദീന ഭാഗത്തേക്കുള്ള ഹൈവേ ആണ് ഈ കാണുന്നത്. ഇവിടെ മുഴുവനും ഇരുമ്പ് കൊണ്ടാട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഈ ഹൈവേനെ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്, പക്ഷെ അത് ഹെവി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നവർ, ഫുൾ ഇരുമ്പ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഒരുപാട് ഗല്ലികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മളെ എന്താ പറയുക ഒരു ബാംഗ്ലൂർ, മൈസൂർ, മദ്രാസ് ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരു ഗല്ലി പോലെ. താമസിക്കുന്ന ഫ്ലാറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി അജ്നബീസൊക്കെ നമ്മുടെ വിദേശീയരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം പോലെ തോന്നുന്നുണ്ട്. ഒത്തിരി സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ സ്കൂളുകൾ, ജിംനേഷ്യം, സ്റ്റുഡിയോകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട ഈജിപ്ഷ്യനില്ലേ, അവന് ഇവിടെ ഒരു കട ഒരു കട കാണിച്ചു തന്നിട്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ദൂരെ ബാക്കിൽ കണ്ടുന്നൊരു ഫ്ലാറ്റായിരുന്നു അവൻ്റെ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു പ്രത്യേകത കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കുവൈറ്റിൽ കാണുന്ന പോലെയല്ലോ. ഇതുണ്ടോ അൽ ഫൈസലിയ ഡിസ്ട്രിക്ട് 2, അതായത് ഈ ഫൈസലിയ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റാണെന്ന് തോന്നുന്നു. സുഖ്ഫ സ്ട്രീറ്റ് 86. ആ ഒരു ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ വന്നത് ഇവിടെ അൽ ബലദിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന ഒരു മോസ്ക് ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോസ്കാണ്. ജാഫലി മോസ്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അൽ ബലദിലെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ബിൽഡിങ്ങുകളും ആ ഒരു ഓൾഡ് ജിദ്ദ എന്നറിയപ്പെടുന്ന ഏരിയ ഒക്കെ സെപ്പറേറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ജിദ്ദയിലെ കോർണിഷ് ഏരിയ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ജിദ്ദ ടവർ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആകാൻ പോകുന്ന ജിദ്ദ ടവർ, അതിൻ്റെ പണി നടക്കുന്ന ആ ഒരു സമയത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഫ്ലോട്ടിംഗ് മോസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോസ്ക് അത് കണ്ടു. ആ കാഴ്ചകളൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ജിദ്ദ എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് പുതിയ എയർപോർട്ടാണ്, കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമായിരുന്നു ഇവിടെ ജിദ്ദയിൽ. ഇനി ഇവിടുന്ന് കുവൈറ്റിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. തിരക്ക് പിടിച്ച് ഓടി എയർപോർട്ടിൽ വന്നു, കുറച്ച് ലേറ്റായി പോയി. നോർമലി പറഞ്ഞ സമയത്തിന് കുറച്ച് ലേറ്റായി പോയി. ഇവിടെ എത്തി അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വരുന്ന എയർപോർട്ടിലേക്ക് ഒന്ന് കയറുന്ന രംഗമൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്തായാലും ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത്. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇതൊരു ഹ്യൂജ് എയർപോർട്ടാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മെട്രോ, ചെറിയ മെട്രോ ട്രെയിനൊക്കെ കിട്ടും ദൂരെയുള്ള ടെർമിനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ഉണ്ടോ
വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദൂരെ അവിടെ എന്താ പറയുക, ഭക്ഷണം അതുപോലെ പർച്ചേസിങ് ചെയ്യാനായിട്ട് ഒരുപാട് ഏരിയകൾ തന്നെ ഉണ്ട്. ഡ്യൂട്ടി ഫ്രീ. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റാണ്. വെയിറ്റ് ചെയ്യാം. കുറച്ച് കാഴ്ചകളൊക്കെ നടന്ന് കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഫ്ലൈറ്റിൻ്റെ സമയമാവും. ഫ്ലൈനാസിനാണ് കേട്ടോ ഒന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഫ്ലൈറ്റിലുള്ള യാത്ര എന്ന് പറയുമ്പോൾ എത്ര തവണ നമ്മൾ യാത്ര ചെയ്താലും വീണ്ടും പുതുതായിട്ട് നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിൻ്റെ ടേക്ക് ഓഫ് അതുപോലെ ലാൻഡിങ് ഒക്കെ ഭയങ്കര ഒരു കൗതുകം തന്നെയാണ്. അപ്പോൾ 1.5 മണിക്കൂർ ലേറ്റ് ആണെങ്കിലും റീഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ ഫ്ലൈറ്റ് എത്തി. എന്തായാലും ഇനി നമ്മൾ പോവാണ് ഇവിടുന്ന് കേട്ടോ.